ന്യൂസിന് വേണ്ടിയിട്ടില്ല, ഇത് ഇത്ര ആൾക്കാർ കിടക്കുന്ന കേസത്. നിങ്ങൾ എന്തിനാണ് എന്റെ പിന്നാലെ നടക്കുന്നത്? നിങ്ങൾ മീഡിയ ആണെങ്കിൽ അവിടെ പോയിട്ട് അവരോട് പറ, നിങ്ങളുടെ പോലെ തന്നെ എന്നോടൊന്നും ചോദിക്കേണ്ടത്. അലമ്പ് പരിപാടിക്ക് കൂട്ടുന്നത് നിങ്ങൾ അവിടെ പോയി കവർ ചെയ്യും. എത്ര ആൾക്കാർ അലമ്പ് പരിപാടിയാണ്. അതേടാ കാശുണ്ടോ? ഞാൻ പണിയെടുത്താണ് ഉണ്ടാക്കിയത്. ആർക്കാണോ ധർമ്മമാണുള്ളത്? മീഡിയ നിങ്ങൾ ദയവേ തന്നെ വിട്ടു പോകും, ദയവേ തന്നെ വിട്ടു പോകും. ഞാൻ ഇത് ഷോ ആണെങ്കിൽ ഇറങ്ങിയതല്ല ഇവിടെ. ഇത് എന്ത് പരിപാടി? ഒരു 2 മണിക്കൂറാണ് ഇവിടെ ആൾക്കാർ. ഒരു മര്യാദ കൊടുക്കുക, അത് തന്നെ. നിങ്ങൾ വിട്, എന്നെ വിട്. എന്നോട് പറയണ്ട, ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ലോ. നിങ്ങളൊക്കെ ഇങ്ങനെ പ്രതികരിക്കാതിരുന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യണോ? ഇത് നിങ്ങൾ കവർ ചെയ്യും. ഈ ഇത്രയും അല്ല, നമ്മൾ കവർ ചെയ്തോണ്ടിരിക്കുകയാണ്. ആളുകളുടെ പ്രതികരണം ഉൾപ്പെടെ ആളുകളുടെ പ്രതികരണം ഉൾപ്പെടെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള കിടക്കുന്ന അരമണിക്കൂർ കഴിയുമ്പോൾ പെട്രോളിന് വില കുറയോ? ഈ അരമണിക്കൂർ കഴിയുമ്പോൾ പെട്രോളിന് വില കുറയോ? 1 മണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങൾ എത്ര പേര് ട്രാഫിക് കിടക്കുന്നത്? എവിടെയൊക്കെ അത്യാവശ്യമായിരിക്കും പോകേണ്ട ആൾക്കാർ അവരെന്താണ് കാണിച്ചത്? അവിടെ ചെയ്ത് പറയുമ്പോ ഗുണ്ട ഇടിക്കുന്നോ? പെണ്ണിത്തരം സാധാരണക്കാർക്ക് വേണ്ടിയാണ് അവർ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ അവിടെ പോയി പറഞ്ഞു. അല്ലെങ്കിൽ എല്ലാ വണ്ടികളും വൈകുന്നേരം വരെ ഓഫീസിൽ നമ്പർ പല അത്യാവശ്യം അലോൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അറിയില്ല ഇത്. അല്ലെ ബൈറോഡ് നോക്കും. ഒരു മര്യാദ വേണ്ട. നമ്മള് ഒരു ഹോസ്പിറ്റൽ കേസ് എങ്ങനെ ഇതിലിപ്പോ ഒരു രോഗി വിട്ട് എന്ത് ചെയ്യും? ഇത് ഞാൻ മാത്രമല്ല, ഇത് ഞാൻ വന്ന് പറഞ്ഞോളൂ. പക്ഷെ ഇവിടെ നിൽക്കണ എല്ലാവരും ഇത് തന്നെയാണ് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ വന്ന് പറഞ്ഞാലത് ഇത് എത്ര മണിക്കൂറായത് അവിടെ കൂടി തുടങ്ങിയിട്ട് എത്ര വൈകിട്ട് കൊച്ചു പിള്ളേർക്ക് ഇത് എന്ത് ചെയ്യും? ഈ AC ഇട്ടിട്ട് ഇരിക്കാൻ പറ്റുമോ? ഇത്ര പൈസ ഡീസൽ നടത്തിരിക്കുന്ന സമയത്ത് ഇവരിവിടെ വന്ന് ചോദിച്ച സാധാരണക്കാരെ ഇടിക്കൂന്നുള്ള ലെവല് പറയാം. സാറ് പറഞ്ഞു കേട്ടോ, അതായത് കമ്മീഷണർ വരെ അവിടെ നിൽക്കുന്നുണ്ട്. ഇത്രയും ഈ വണ്ടികൾ തടസ്സപ്പെട്ട് ഇവർ ചെയ്തിട്ട് ആരും അനുസരിക്കുന്നില്ല. ഇവരിവിടെ വന്ന് ചോദിച്ച സാധാരണക്കാരെ ഇടിക്കൂന്നുള്ള ലെവല് പറയാം. ഇവരാരാണ് ഒറ്റയ്ക്ക് വന്ന് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവും? ഇതിപ്പോ ഞാനാണ് ഇത് ഒപ്പിട്ട് കൊടുത്തത്. എന്റെ വീടിന്റെ മുന്നിൽ വന്ന് അവർ കാണിക്കുന്ന അന്തസ്സുണ്ട്. ഇത് ഒപ്പിട്ട് എനിക്ക് വല്ല അധികാരമുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ അവരാണത് അവിടെ വന്ന് കിടന്ന് ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. നമ്മുടെ ഡെയിലി ലൈഫാണത്. ഈ കൊറോണ സമയത്ത് ഡെയിലി ലൈഫിന് വേണ്ടി ഓടുന്ന ആൾക്കാരവിടെ. ഇവർക്ക് ഈ ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്ന ആൾക്ക് AC ഇരിക്കാൻ പറ്റും അവിടെ 1 മണിക്കൂർ വെയിലത്ത്? ഓൺലൈൻ എക്സാം എഴുതാനുള്ളത് വഴിയിലായിപ്പോയി. അല്ല, ഇതൊരു പാർട്ടിക്കെതിരല്ല. ഞാൻ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടിക്കെതിരല്ല. കോൺഗ്രസ് എന്ന പാർട്ടിയെ നാണം കിടത്താൻ വിവരമില്ലാത്ത കുറച്ച് പേര് കാണിച്ച പരിപാടി അത്. മനസ്സിലായില്ലേ? ഇത് ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാൻ ഒരു പാർട്ടിയുടെ ആളുമല്ല. എനിക്ക് പ്രാന്തായിട്ടാണ് ഞാൻ കയറി വന്നത്. എനിക്കിതില് ഇത് എന്താണ് പരിപാടി കളിക്കുന്നത്? ആരും നമ്മളാരും മിണ്ടുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ആദ്യം പോയത്. നിങ്ങൾ ഇത്ര പേരുണ്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞില്ല എല്ലാവരും ഇറങ്ങിയിട്ട് ഇവിടെ ഇത്ര പേരുണ്ടവര്. അല്ല, പോലീസുകാർ വന്നിട്ട് പറയുന്നത് സർ കമ്മീഷണർ വരെ അവിടെ ഉണ്ട്. അല്ല, അവര് പറഞ്ഞ പോലെ കേൾക്കില്ല. പിന്നെ നമ്മൾ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇതിന്റെ സിറ്റുവേഷൻ അല്ല, നമ്മളവിടെ പോയിട്ട് അവരായിട്ട് ഇടികൂടേണ്ടതല്ല. ഈ സിറ്റുവേഷൻ മേലിൽ ആവർത്തിക്കരുത്. ദയവ് ചെയ്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഭരണാധികാരികളോടും പറയാണ്, നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോകാൻ പണിയെടുത്ത് നിങ്ങളൊന്നും തരണ്ട. ഇനിയിപ്പോ ഡീസൽ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ കൂട്ടാതിരിക്കാൻ ജീവിച്ചു പോകാൻ അനുവദിക്കുക, അത്രേ ഉള്ളൂ.